അടുക്കളയുടെ ഏറ്റവും നല്ല സ്ഥാനത്തെയും അടുക്കള ശരിയായി ക്രമീകരിക്കേണ്ട രീതിയെക്കുറിച്ചും നോക്കാം. അടുക്കളയ്ക്ക് ഏറ്റവും ദോഷകരമായ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗമാണ്. ഇവിടെ അടുക്കള എന്നു മാത്രമല്ല, ബാത്റൂം, ടോയ്ലറ്റ് ഒന്നും തന്നെ പാടില്ല. ബെഡ്റൂമാണ് അനുയോജ്യമായത്. കന്നിമൂലയിൽ അടുക്കള വന്നാൽ ഗ്രഹനാഥന് ദോഷമാണ്. രോഗങ്ങളും കുടുംബ കലഹവും സ്ഥിരമാകും. ഗൃഹനാഥൻ വീട് വിട്ട് നിൽക്കാനും ഇത് കാരണമാകും. അടുക്കള എപ്പോഴും വീടിന്റെ ഒരു കോണിൽ വരുന്നതാണ് നല്ലത്. അടുക്കളയ്ക്ക് ഭേദപ്പെട്ട രണ്ട് സ്ഥാനങ്ങൾ വടക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറുമാണ്. രണ്ടിനും അതിൻ്റെതായ പോരായ്മകളും ഉണ്ട്. വടക്ക് പടിഞ്ഞാറ് അടുക്കള വന്നാൽ ചെലവായിരിക്കും എപ്പോഴും. 10 രൂപ മിച്ചം വെക്കാൻ കഴിഞ്ഞെന്നു വരില്ല. എങ്കിലും മറ്റ് പ്രശ്നങ്ങളില്ലാതെ കഴിഞ്ഞു പോകാം. വീടിന്റെ വടക്ക് കിഴക്ക് അടുക്കള വന്നാൽ കുടുംബത്തിൽ ഐക്യക്കുറവ് ഉണ്ടാകും. ഭിന്നത, കലഹം ഇവ ഉണ്ടാകും. ഒരു വീടിന്റെ ഏറ്റവും പവിത്രമായ സ്ഥലമാണ് വടക്ക് കിഴക്ക് ഈശാനകോൺ. ശൈവ സാന്നിധ്യം ഉള്ളതായി കണക്കാക്കുന്നു. ഈ ഭാഗത്ത് പൂജാമുറി വന്നാൽ സർവ്വ ഐശ്വര്യമാണ്. ബെഡ്റൂം വരാമെങ്കിലും ദമ്പതികൾ ഉപയോഗിക്കരുത്. കുട്ടികൾക്കോ വൃദ്ധ മാതാപിതാക്കൾക്കോ നൽകാം. രോഗങ്ങളാൽ വലയുന്നവർക്ക് ഈ മുറിയിൽ കിടന്നാൽ വേഗത്തിലുള്ള ശമനം ലഭിക്കും. ഇവിടെയും ബാത്റൂം, ടോയ്ലറ്റ് എന്നിവ പാടില്ലാത്ത ഭാഗമാണ്. ഈ രണ്ട് അടുക്കള സ്ഥാനത്തിനും, അതായത് വടക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ ഉള്ള അടുക്കളയ്ക്ക് വടക്കോട്ട് വാതിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുക്കളയ്ക്ക് ഏറ്റവും മികച്ച സ്ഥാനം തെക്ക് കിഴക്ക് അഗ്നികോൺ ഭാഗമാണ്. ഇത് സന്തോഷവും കുടുംബ ഐക്യവും അഭിവൃദ്ധിയും നൽകും. അഗ്നികോൺ എന്ന് പറയുന്നത് എപ്പോഴും എരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ അടുക്കള അല്ലാതെ മറ്റ് എന്തു വന്നാലും ഗുണമില്ല. അഗ്നികോണിൽ അടുക്കള വരികയും അഗ്നികോൺ മൂലയിൽ അടുപ്പും കൂടി വന്നാൽ സർവ്വ ഐശ്വര്യമാണ്. അഗ്നികോണിൽ ബെഡ്റൂം വന്നാൽ ചൂട് കൂടുതലായി അനുഭവപ്പെടും. ദമ്പതികളാണ് ഈ മുറി ഉപയോഗിക്കുന്നതെങ്കിൽ ദമ്പതികൾ തമ്മിൽ കലഹം, ഉയർച്ചയ്ക്ക് തടസ്സം എന്നിവയൊക്കെ ഉണ്ടാകും. ഇവിടെ കിണറോ വെള്ളമോ വന്നാൽ അതിൽ പരം ഒരു ദോഷം വേറെയില്ല. അഗ്നി കെട്ടുപോകും. ഗ്രഹനാഥയ്ക്ക് മരണതുല്യമായ ദുഃഖം ഉണ്ടായിത്തീരും. മാറാരോഗങ്ങളോ രോഗങ്ങളാൽ കിടപ്പിലോ ആയിത്തീരാം. കുടുംബം കടത്തിലേക്ക് കൂപ്പുകുത്തും. മൊത്തത്തിൽ ഏറ്റവും ദോഷകരമാണ് ഇത്. ഇനി അടുക്കള ക്രമീകരിക്കുന്നതിന്റെ ശരിയായ രീതി നോക്കാം. അടുപ്പ് അടുക്കളയുടെ തെക്ക് കിഴക്ക് മൂലയിൽ ആകുന്നതാണ് ഐശ്വര്യം. അടുപ്പ് സ്ഥാനത്തു പണിതെങ്കിലും നിത്യവും കത്തിക്കാതിരുന്നാൽ ഫലം ഉണ്ടാകില്ല. ഇനി അടുപ്പും സ്റ്റൗവും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അടുപ്പ് തെക്ക് കിഴക്ക് കോണിലും സ്റ്റൗ കിഴക്കോ വടക്കോ ആയി ക്രമീകരിക്കാവുന്നതാണ്. അടുപ്പ് വെക്കുമ്പോൾ തെക്ക് നോക്കി പാചകം ചെയ്യത്തക്ക വിധം ക്രമീകരിക്കരുത്. കിഴക്കു വശത്തെ അടുക്കളയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി മാത്രമേ പാചകം ചെയ്യാവൂ. പടിഞ്ഞാറ് നോക്കി പാചകം ചെയ്യരുത്. എന്നാൽ വടക്കു പടിഞ്ഞാറേ അടുക്കളയിൽ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി പാചകം ചെയ്യാം. ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ കിഴക്കായി ക്രമീകരിക്കുന്നതാണ് ഉത്തമം. ഈ മുറിയിൽ അടുപ്പ് തെക്ക് കിഴക്ക് കോണിലാക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അടുപ്പ് വടക്കോ പടിഞ്ഞാറോ ആയി ക്രമീകരിക്കാം. കിച്ചൺ സ്ലാബ്. അടുക്കളയിൽ പാചകത്തിനായി സ്ലാബോ അല്ലെങ്കിൽ പാതകം നിർമ്മിക്കുമ്പോൾ കിഴക്കു ഭാഗത്ത് ആയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കിഴക്ക് നോക്കി പാചകം ചെയ്യുന്നതും അരി പടിഞ്ഞാറേക്ക് ഊറ്റിയിടുന്നതും ഐശ്വര്യമാണ്. 3. കിച്ചൺ സിങ്ക്. കിച്ചണിൽ സിങ്ക് കൊടുക്കുമ്പോൾ അടുക്കള എവിടെയാണെങ്കിലും വടക്ക് കിഴക്കേ മൂലയുടെ വടക്കോ കിഴക്കോ ഭാഗത്തായി കൊടുക്കണം. കാരണം കിച്ചണിലെ മലിനജലം വടക്കോട്ടോ കിഴക്കോട്ടോ മാത്രമേ ഒഴുക്കാൻ പാടുള്ളൂ. സോക്ക് പിറ്റിനും ഈ ഭാഗത്താണ് സ്ഥാനം. വടക്ക് പടിഞ്ഞാറേ അടുക്കളയിലും എളുപ്പം എന്നോണം പടിഞ്ഞാറേക്ക് മലിനജലം ഒഴുക്കരുത്. ഇത് പുരുഷന്മാർക്ക് ദോഷമുണ്ടാക്കും. ആയതിനാൽ ഇതനുസരിച്ച് സിങ്ക് ക്രമീകരിക്കണം. ശ്രദ്ധിക്കാൻ, അടുപ്പിനോ ഗ്യാസ് സ്റ്റവിനോ നേർക്ക് നേരെ സിങ്ക് കൊടുക്കുകയും അരുത്. അടുപ്പും സിങ്കും കിച്ചൺ സ്ലാബിന്റെ 2 അറ്റത്തായിട്ട് ആണെങ്കിൽ നോട്ടം ഉണ്ടാകും. അതിനാൽ ഇടയിലായി ഒരടിപ്പൊക്കത്തിലെങ്കിലും കട്ട കെട്ടി മറക്കേണ്ടതാണ്. ഫ്രിഡ്ജ് വെക്കുമ്പോഴും അടുപ്പ് നേർക്ക് നേരെ വരാതെ നോക്കണം. വടക്ക് കിഴക്ക് മൂലയുടെ കിഴക്കു ഭാഗത്ത് നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി ഫ്രിഡ്ജ് ക്രമീകരിക്കാവുന്നതാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്ക് നോക്കിയിരിക്കുന്ന വിധത്തിലും ക്രമീകരിക്കാം. തെക്കോട്ട് നോക്കി ഫ്രിഡ്ജ് വെക്കരുത്. പാത്രങ്ങളും സാധനങ്ങളും സൂക്ഷിക്കേണ്ടത് അടുക്കളയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താവണം. പാത്രങ്ങൾ പടിഞ്ഞാറു ഭാഗത്തും അരിയും ധാന്യങ്ങളും മറ്റ് പല വ്യഞ്ജനങ്ങളും തെക്ക് പടിഞ്ഞാറ് കോണിലുമായി സൂക്ഷിച്ചാൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകില്ല. ധാന്യ അഭിവൃദ്ധി ഉണ്ടായിത്തീരും.
അടുക്കളയിൽ ഈ ഭാഗത്ത് മരുന്നുകൾ സൂക്ഷിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിച്ചാൽ ആഹാരം പോലെ മരുന്ന് കഴിക്കാം എന്നാണ് പറയാറ്. കിടപ്പുമുറികളിൽ വടക്ക് കിഴക്ക് ഭാഗത്തായി മരുന്ന് സൂക്ഷിച്ചാൽ മരുന്ന് വേഗം നിർത്താനായി സാധിക്കും. തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ സൂക്ഷിക്കുകയുമരുത്. അതേപോലെ കഴിവതും ചൂല്, ചെരുപ്പ്, ക്ലോക്ക്, കലണ്ടർ ഇവയും അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കുക. അടുക്കളയുടെ കിഴക്കുഭാഗത്ത് ജനലിന് അരികിൽ മണിപ്ലാന്റോ ലക്കി ബാമ്പുവോ ഒക്കെ വളർത്താവുന്നതാണ്. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതാണ്. അടുക്കളയ്ക്ക് വാതിൽ കൊടുക്കുമ്പോൾ തെക്ക് കിഴക്കേ അടുക്കളയാണെങ്കിൽ തെക്കോട്ട് നീങ്ങിയുള്ള വാതിൽ ഏറ്റവും ശുഭപ്രദമാണ്. സാധിക്കാത്തവർക്ക് വടക്കിനോട് ചേർന്ന് കിഴക്കുഭാഗത്ത് അടുക്കള വാതിൽ നൽകാവുന്നതാണ്. വടക്ക് ഭാഗങ്ങളിലെ അടുക്കളയ്ക്ക് വാതിൽ വടക്കോട്ട് തന്നെ നൽകുന്നതാണ് ഉചിതം. അതേപോലെ ബാത്റൂം, ടോയ്ലറ്റ് എന്നിവ പണിയുമ്പോൾ അടുക്കള ഭിത്തിയോട് ചേർന്ന് നിർമ്മിക്കരുത്. അടുക്കളയുടെ മുകൾ നിലയിലും ബാത്റൂമോ ടോയ്ലറ്റോ ഒന്നും പാടില്ല. അടുക്കള ഓപ്പൺ കിച്ചണായി ചെയ്യുമ്പോൾ അളവ് തെറ്റാതെ ഇരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഡൈനിങ് ഏരിയയോട് ചേർത്ത് ഓപ്പണായി കിച്ചൺ നൽകുമ്പോൾ തറനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 4 അടി പൊക്കത്തിൽ അരമതിൽ പോലെ പണിത് കട്ടള പൊക്കത്തിന് മുകളിൽ ബീമും അതിനു മുകളിൽ ഭിത്തിയും നൽകിയാൽ അടുക്കള തിരിച്ച് അളവ് ശരിയാക്കാനായിട്ട് സാധിക്കും. ഓപ്പൺ കിച്ചന്റെ ഭംഗിയും അതിന് ലഭിക്കും. ഡൈനിങ് ഏരിയ ചെയ്യുമ്പോൾ ലിവിംഗ് റൂമിന്റെ കിഴക്കോ തെക്ക് കിഴക്കോ ഭാഗത്തായി വരുന്നതാണ് ഉത്തമം. ഡൈനിങ് ടേബിൾ ക്രമീകരിക്കുമ്പോൾ തെക്കോട്ട് നോക്കി കഴിക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കരുത്. മാത്രവുമല്ല ഡൈനിങ് ടേബിൾ സമചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ഉള്ളത് ആയിരിക്കണം. വൃത്താകൃതിയിലോ ക്രമരഹിതമായ ആകൃതിയിലോ ആയിരിക്കുന്നത് നല്ലതല്ല. അടുക്കള നിർമ്മിക്കുമ്പോൾ വീടിന്റെ ഒരു ഭാഗമായി തന്നെ കരുതി വീടിന്റെ ഒരു മൂലയ്ക്കാവണം അടുക്കള വരേണ്ടത്. വീട് വിട്ട് അടുക്കള നിർമ്മിക്കരുത്. അടുക്കള എപ്പോഴും കിടപ്പുമുറികളേക്കാൾ ചെറുതായിരിക്കണം. അടുക്കളയുടെ കണക്ക് തെറ്റിയാൽ കുടുംബത്തിനെ മൊത്തം അത് ബാധിക്കും. അടുക്കളയിൽ കിടന്ന് ഉറങ്ങുന്നത് വളരെ ദോഷമാണ്. അടുക്കളയിൽ പണം സൂക്ഷിച്ചാൽ അത് എരിഞ്ഞു തീരാനിടയാകും എന്നാണ് പറയാറ്. അടുക്കളയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വാസ്തു സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.